ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വർണ്ണവിവേചനം അടക്കിവാണ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്നത് ചരിത്രമാണ്. ശാസ്ത്ര പുരോഗതി അതിൽ നിന്നെല്ലാം സമൂഹത്തെ മുഖ്യധാരയിലെത്തിച്ചു. എങ്കിലും ദുരാചാരങ്ങളുടെ അവശേഷിപ്പുകൾ പേറുന്നവരും നമുക്കിടയിൽ ഉണ്ട് എന്നതിന് തെളിവാണ് രോഹിത് വെമുല എന്ന ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ നമുക്ക് കാട്ടിത്തരുന്നത്. പ്രധാന വാർത്തകളിലേക്ക്. കൃഷിഭൂമിയിൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭം കൊയ്യലാണിന്ന് നടക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ നാടെങ്ങും വൻ പ്രതിഷേധം. മാവൂരിലെ ഫുട്ബോൾ മാമാങ്കം ആവേശോജ്വലമായ അന്ത്യത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കൃഷിക്കും കൃഷിക്കാരനും പ്രാധാന്യം നൽകാതെ ഇന്ന് ഭൂമിയിൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭം കൊയ്യലാണ് നടക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട്ട് കർഷകരെയും ഗവേഷകരെയും വിജ്ഞാന വ്യാപന മേഖലയിലെ ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖാമുഖം സംഘടിപ്പിച്ചത്. കൃഷിയിടങ്ങളിൽ കർഷകൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഗവേഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ഗവേഷണ മേഖലയിലെ പുതിയ നേട്ടങ്ങൾ കൃഷിക്കാരിലേക്ക് എത്തിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യങ്ങൾ. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന മുഖാമുഖം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കും കൃഷിക്കാരനും പ്രാധാന്യം നൽകാതെ ഇന്ന് ഭൂമിയിൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭം കൊയ്യലാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ തന്നെ നിലനിർത്തുന്നത് കർഷകരാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ ഇന്ന് കർഷകരെ നിലനിർത്തുന്നതിനോ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനോ നടപടിയില്ല. കർഷകരെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ്. ആ കർഷകരുടെ മുഖ്യ പരിഗണന ഒരിടത്തും ലഭിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. പരിഗണന മാത്രമല്ല, മാന്യത, പദവി, ഈ രംഗങ്ങളിലൊക്കെ കൃഷിക്കാരനും അവഗണിക്കപ്പെട്ടിട്ടുള്ള സ്ഥിതിയുണ്ട്. ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാർ ഫീൽഡ് തല പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. ജൈവ പച്ചക്കറി കൃഷിയെക്കുറിച്ച് വയനാട് ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ആശ, തോട്ടവിളകളിലെ ജൈവ കൃഷിയെക്കുറിച്ച് മണ്ണുത്തി കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഫസർ ഡോക്ടർ എൻ മിനിരാജ്, സുഗന്ധവ്യഞ്ജന വിളകളുടെ ജൈവ കൃഷിയെ സംബന്ധിച്ച് IISR പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ CK തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ AP ഐസക്, ഡോക്ടർ ഹബീബ് റഹ്മാൻ, കൌൺസിലർ P കിഷൻചന്ദ്, KA ഐഷാബീദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് പിന്നാക്ക വിഭാഗക്കാർക്ക് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്നും രാജ്യത്തെ നടുക്കിയ സംഭവങ്ങൾ ഇതിന് ഉദാഹരണമാണെന്നും DCC പ്രസിഡന്റ് KC അബു ഭാരതീയ ദളിത് കോൺഗ്രസ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈദരാബാദ് സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ മരണത്തിന് ഉത്തരവാദികളായ കേന്ദ്രമന്ത്രി ബണ്ടാരു ദത്തത്രേയെയും സ്മൃതി ഇറാനിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. പരിപാടി DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് പിന്നോക്ക വിഭാഗക്കാർ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്നും രാജ്യത്തെ നടുക്കിയ സംഭവങ്ങൾ ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദളിത് വിദ്യാർത്ഥിയായ രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാർ കേന്ദ്രമന്ത്രിമാരായ ബണ്ടാരു ദത്തത്രേയും സ്മൃതി ഇറാനിയുമാണ്. ഇവർ രാജിവെക്കണം, അല്ലാത്തപക്ഷം മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ മോദി സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഏറ്റവും പ്രയാസം ഈ രാജ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്.
ഇത്തരത്തിലുള്ള ദളിതർക്കെതിരെയുള്ള ആക്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, മോഡി സർക്കാരിലെ ഒരു മന്ത്രിയായിട്ടുള്ള VK സിംഗ് പറഞ്ഞത് കൊച്ചു കുട്ടികളെ ചുട്ടുകൊന്ന സംഭവത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രിയായ VK സിംഗ് അഭിപ്രായ പ്രകടനം നടത്തിയത് പേപ്പട്ടികളെ ആരെങ്കിലും തല്ലിക്കൊല്ലുന്നുവെങ്കിൽ അതിന് മോഡി സർക്കാരിനെ എന്തിനാണ് കുറ്റം പറയുന്നത്, മോഡി സർക്കാരിനെ അതിന്റെ പേരിൽ എന്തിനാണ് ആക്ഷേപിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു. മുൻ DCC സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ, ദളിത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ EK ബാലകൃഷ്ണൻ, VK ഉഷ, EK പവിത്രൻ, VM ധ്രുവൻ, M അനിൽകുമാർ, PK ഷൈജു, K ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ രോഹിത് വേമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ കേരള ദളിത് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടന്നു. പ്രകടനത്തിന്റെ ഭാഗമായുള്ള അഗ്നിജ്വാല KDF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മോഡി സർക്കാരിന്റെ ഭരണത്തിൽ ദളിത് പീഡനം ഏറുന്നു, ആക്രമണം ഏറുന്നു. ഇതിന്റെ ഭരണത്തിൽ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്ത് തൂക്കിലിടുക. ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ രോഹിത് വേമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ബന്ധാരു ദത്താത്രേയെയും വൈസ് ചാൻസലർ P അപ്പാറാവുവിനെയും ഉടനെ പുറത്താക്കണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ ആവശ്യപ്പെട്ടു. രോഹിത്തിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് KDF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അഗ്നിജ്വാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് PT ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AT ദാസൻ, വേലായുധൻ വെട്ടാത്ത്, M രമേശ് ബാബു, CK രാമൻകുട്ടി, ചന്ദ്രൻ കടേക്കനായി, K പ്രസാദ്, ദേവദാസ് കുതിരാടം, PP കമല, EP കാർത്തിയാനി, സുനിൽ പുളയങ്കര എന്നിവർ പ്രസംഗിച്ചു. ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അവയവദാന ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അവയവദാന ബോധവൽക്കരണ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിയേണ്ട ആരോഗ്യമേഖലയുടെ കാര്യക്ഷമത വാചകത്തിലും പ്രസംഗത്തിലും ഒതുങ്ങിപ്പോകുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നത് ശ്ലാഘനീയമാണെന്നും ബാബു പറശ്ശേരി കൂട്ടിച്ചേർത്തു. അവയവദാന സമ്മതപത്രം ചടങ്ങിൽ വെച്ച് അദ്ദേഹം സ്വീകരിച്ചു. നാട്ടിലെ ജനങ്ങളുടെ വ്യത്യസ്തമായ രോഗങ്ങളും അതിന്റെ രോഗപ്രതിരോധനവുമെല്ലാം കൃത്യമായി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നില്ല എന്നൊരഭിപ്രായക്കാരനാണ് ഞാൻ. വാചകത്തിൽ പ്രസംഗത്തിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങിപ്പോവുകയും പ്രായോഗിക തലത്തിൽ അത് വളരെ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അശോകൻ ആലപ്രത്ത് അധ്യക്ഷനായിരുന്നു. കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ അഡീഷണൽ DMO ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായിരുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ S വിനുഗോപാൽ, സ്നേഹസ്പർശം പ്രോജക്ട് കോർഡിനേറ്റർ N ശ്രീരാജ് എന്നിവർ പ്രബന്ധം അവതരിപ്പിച്ചു. കോട്ടപ്പറമ്പ് ആശുപത്രി ബ്ലഡ് ബാങ്ക് മെമ്പർ PK നളിനാക്ഷൻ, ഫോറൻ ജനറൽ സെക്രട്ടറി AK ഗണേഷ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗൾഫ് മലയാളി വെൽഫെയർ സെന്റർ 20ാം വാർഷികാഘോഷം ജനുവരി 25 തിങ്കളാഴ്ച ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കുമെന്ന് ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ പ്രശസ്ത അറബ് സംഗീതജ്ഞനും മലയാളിയുമായ KP ജയനെ ചടങ്ങിൽ ആദരിക്കും. 4 പരിപാടികളാണ് മെയിൻ. നമ്മുടെ സാംസ്കാരിക സമ്മേളനം, പിന്നെ അറബ് ഗായകൻ ജയനെ ആദരിക്കൽ, അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസും, പിന്നെ ആവശ്യത അനുഭവിക്കുന്ന പ്രവാസികൾക്കുള്ള ധനസഹായ വിതരണം, 4ാമതായിട്ട് പ്രവാസി ഗൈഡൻസ് സെല്ല് ഉദ്ഘാടനം എന്നീ പരിപാടികളാണ്. ജനുവരി 25 തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ആഘോഷ പരിപാടികൾ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. ആഘോഷ പരിപാടികൾ സാംസ്കാരിക സമ്മേളനം, അവശത അനുഭവിക്കുന്ന പ്രവാസികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണം, പ്രവാസി ഗൈഡൻസ് സെൽ ഉദ്ഘാടനം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് നാടുകളിലെ പ്രശസ്ത അറബ് സംഗീതജ്ഞനും മലയാളിയുമായ KP ജയനെ ചടങ്ങിൽ ആദരിക്കും. ജയൻ നയിക്കുന്ന അറേബ്യൻ നൈറ്റ് സംഗീത പരിപാടിയും മലബാറിലെ ഗസൽ ഗായകരായ കോഴിക്കോട് അബ്ദുൽ നാസർ, സരിത റഹ്മാൻ, മഴ, തുളസി
വിജയൻ എന്നിവർ നയിക്കുന്ന ആജ് വഹി ഗീതം കി രാത്ത് എന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഗൾഫ് മലയാളി വെൽഫെയർ സെന്റർ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി, രക്ഷാധികാരി പോൾ കല്ലാനോട് തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പഴശ്ശിരാജയുടെ വീരകഥകളിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രരേഖകൾ പ്രദർശനത്തിനായി എത്തി. റീജിയണൽ ആർക്കൈവ്സ് കോഴിക്കോടിന്റെ സഹകരണത്തോടെയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം പഴശ്ശി സമരരേഖകളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാക്കന്മാരിൽ ഒരാളാണ് കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീരകേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. വീരപഴശ്ശിയുടെ ഒരു കാലഘട്ടത്തെ തന്നെ സ്മരിക്കുന്ന ഓർമ്മകളാണ് ക്രിസ്ത്യൻ കോളേജിലെ ചുവരുകളെ അലങ്കരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പഴശ്ശിയുടെ സമരരേഖകളാണ് കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിന്റെ സഹകരണത്തോടെ മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം ഒരുക്കിയിരിക്കുന്നത്. സമരങ്ങളിലൂടെയുള്ള യാത്രയാണ് പഴശ്ശിരാജയുടെ ജീവിതം. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയുടെ നേർക്കാഴ്ചയാണ് സന്ദർശകർക്കും വിദ്യാർത്ഥികൾക്കും ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ രേഖകൾ പകർന്നു നൽകുന്നത്. പ്രദർശനത്തെക്കുറിച്ച് ചരിത്ര വിഭാഗം മേധാവി വസിഷ്ഠ്, ചരിത്രത്തെ കൂടുതൽ ജീവനുള്ളതാക്കാനും ചരിത്രത്തെ കൂടുതൽ യുവതലമുറയിൽ ചരിത്രത്തിൽ താല്പര്യം ജനിപ്പിക്കാനും ചരിത്രത്തെ യുവതലമുറയ്ക്ക് കൂടുതൽ അടുത്ത് പരിചയപ്പെടുത്താനുമുള്ള ഒരു ശ്രമമാണ് ഈ പ്രദർശനങ്ങളുടെ പിന്നിലുള്ളത്. പഴശ്ശിക്ക് ജനങ്ങളിലുണ്ടായിരുന്ന വ്യാപകമായ സ്വാധീനം കാണിക്കുന്നതാണ് രേഖകളിൽ പലതും. 1803 കലാപകാരികളുടെ മേൽ പിഴ ചുമത്തുന്നത് സംബന്ധിച്ച രേഖയും കലാപകാരികൾക്ക് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി മാപ്പ് കൊടുക്കേണ്ടത് സംബന്ധിച്ച് TH പിയേഴ്സൺ എഴുതിയ കത്തും പ്രദർശനത്തിനുണ്ടായിരുന്നു. വയനാട് ചുരം ഭാഗങ്ങളിൽ കലാപകാരികൾക്കെതിരെ പോലീസ് നടത്തിയ നീക്കങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തുന്ന രേഖകൾ വ്യത്യസ്തമായി. വയനാട്ടിലെ കരംപിരിവ് സംബന്ധിച്ച് പഴശ്ശി എഴുതിയ കത്തിന്റെ വിവർത്തനവും പ്രദർശനത്തിൽ സജ്ജമാക്കിയിരുന്നു. പഴശ്ശിയുടെ കൂടെ നിന്നവരും വ്യത്യസ്തമായ സമരങ്ങളിൽ പങ്കെടുത്തവരും പഴശ്ശി സമരരേഖകളിൽ ഇടം പിടിച്ചു. പ്രദർശനത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാത്ത ഗദ്ദർ വിപ്ലവകാരികളെക്കുറിച്ചുള്ള ചരിത്രമാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അസംതൃപ്തിയും വിദേശ മണ്ണിലെ വംശീയ അപമാനവും ദേശസ്നേഹികളായ പ്രവാസി ഇന്ത്യക്കാരെ അസ്വസ്ഥരാക്കി. ഈ അസംതൃപ്തിയും അപമാനവും അസ്വസ്ഥതയുമായിരുന്നു ഗദ്ദർ പാർട്ടി രൂപം കൊള്ളാനുള്ള പ്രധാന കാരണം. ഗദ്ദർ വിപ്ലവത്തിന്റെ ചരിത്രത്തോടൊപ്പം പ്രധാന നേതാക്കളെയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു പ്രദർശനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഗോൾഡൻ ജൂബിലി പാർക്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കും. മുസ്ലിം സർവീസ് സൊസൈറ്റിയാണ് അന്തേവാസികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി പാർക്ക് നിർമ്മിച്ചു നൽകുന്നത്. സോഷ്യൽ ആക്ഷൻ ഫോറം വോളണ്ടിയേഴ്സ് ചേർന്നുകൊണ്ട് അത് അവിടെ വൃത്തിയാക്കുകയും അവിടുത്തെ അന്തേവാസികൾക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 1997 മുഖ്യമന്ത്രി EK നായനാർ ആണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഗോൾഡൻ ജൂബിലി പാർക്കിന് തറക്കല്ലിട്ടത്. പിന്നീട് ചില സാങ്കേതിക സാമ്പത്തിക തടസ്സങ്ങൾ മൂലം പ്രവർത്തികൾ മുടങ്ങിപ്പോയ പാർക്കിന്റെ നിർമ്മാണം MSS ഏറ്റെടുക്കുകയായിരുന്നു. MSS പബ്ലിക് യൂട്ടിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാർക്കിന്റെ ഉദ്ഘാടനം ജനുവരി 22 വെള്ളിയാഴ്ച സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കുമെന്ന് MSS ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ആൽത്തറ, സെൻസറി നടപ്പാത, സിംഗിംഗ് ഹിൽ സ്റ്റാൻഡ്, ഓപ്പൺ സ്റ്റേജ്, ഷട്ടിൽ കോർട്ട്, ഗ്യാലറി, ഊഞ്ഞാൽ, മ്യൂസിക് സിസ്റ്റം, താമരക്കുളം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഗോൾഡൻ ജൂബിലി പാർക്ക്. കലക്ടർ പ്രശാന്ത് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി യോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് വാസുദേവ് ആചാര്യ അധ്യക്ഷനായിരുന്നു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി യോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് വസുദേവ് ആചാര്യ അധ്യക്ഷനായിരുന്നു. All the trade unions, barring one or two, have come together
unitedly challenging the onslaught on the working class of our country. There is a change in the government, which we discussed in our All India Conference. The new situation, although we don't consider it is a new situation, but there is a change in the situation. സെക്രട്ടറി PG ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിരവധി ആവശ്യങ്ങളാണ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നത്. ഉപഭോക്താക്കൾക്ക് LIC പോളിസിയുടെ മേൽ നടപ്പിലാക്കിയ സർവീസ് ടാക്സ് ഒഴിവാക്കുക, മറ്റുള്ള പൊതുമേഖലയിൽ നടപ്പിലാക്കി വരുന്ന ഗ്രാറ്റുവിറ്റി, പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ LIC ഏജന്റുമാർക്കും ലഭ്യമാക്കുക തുടങ്ങി ജില്ലയിലെ LIC ഏജന്റുമാർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമായി. 100ഓളം അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. L. മഞ്ജുനാഥ്, ജോയ് സേവ്യർ, M. ശെൽവരാജ്, AD ജോയ്, MK മോഹനൻ, ബികാശിഷ് മിശ്ര, AV ബല്ലാർമീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാറാട് കൂട്ടക്കൊലക്കേസ് CBI അന്വേഷിക്കണമെന്ന് സാമൂഹ്യനീതി കർമ്മസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാറാട് കൂട്ടക്കൊലക്കേസ് CBI അന്വേഷിക്കണമെന്ന് സാമൂഹികനീതി കർഷക സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു. ക്ഷേത്ര ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക, പട്ടികജാതി സമൂഹത്തോടുള്ള അതിക്രമം അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാക്കുക, രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്കു നഷ്ടപരിഹാരം നൽകുന്നതിൽ കേരള സർക്കാർ പുലർത്തുന്ന മതവിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ സകല ഡിപ്പാർട്ട്മെന്റുകളുടെയും തലവന്മാർ ലീഗ് മന്ത്രിയുടെയും ലീഗ് നേതാക്കളുടെയും ഉറ്റവരും ഉടയവരും ബന്ധുജനങ്ങളുമാണ്. യോഗ്യത പോലും നോക്കാതെ ജില്ലാ സംഘടനാ സെക്രട്ടറി K. ഷൈനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശശി കമ്മട്ടേരി, K. സഹദേവൻ, PV ശ്രീധരൻ, P. കൃഷ്ണൻ, മനോജ് കുന്നത്തുകര, T. മുരുകേഷ്, PT വത്സലൻ, PV സുധീർ, PH രാധാകൃഷ്ണൻ ഗുരുക്കൾ, TN ഗോപാലൻ, PK പുരുഷോത്തമൻ, P. സതീഷ് കുമാർ, മധു അരീക്കര, നിരയിൽ ഗോപാലൻ തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വോയിസ് അമ്പലപ്പടിയുടെ 11ാമത് വിദ്യാഭ്യാസ അവാർഡ് എൻഡോമെന്റ് വിതരണവും 35ാം വാർഷിക ഉദ്ഘാടനവും ജസ്റ്റിസ് B. സുധീന്ദ്രകുമാർ നിർവഹിക്കും. വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുന്ന പാലിയേറ്റീവ് യൂണിറ്റിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ നിർവഹിക്കുമെന്നും സാരഥികൾ പറഞ്ഞു. വത്സല മോഹനചന്ദ്രൻ 2ാമത് എൻഡോമെന്റ് വിതരണവും ഈ വരുന്ന 23-ാം തീയതി. വോയിസ് അമ്പലപ്പടിയുടെ 35ാം വാർഷികാഘോഷ പരിപാടികൾ ജനുവരി 23, 24 തീയതികളിൽ നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. അതോടൊപ്പം വോയിസ് അമ്പലപ്പടി സിൽവർ ജൂബിലി വിദ്യാഭ്യാസ പുരസ്കാരത്തിന്റെ 11ാമത് അവാർഡ് വിതരണവും 2ാമത് വോയിസ് അമ്പലപ്പടി വത്സല മോഹനചന്ദ്രൻ എൻഡോമെന്റ് വിതരണവും നടക്കും. അവാർഡ് വിതരണവും വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് B. സുധീന്ദ്രകുമാർ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പാലിയേറ്റീവ് യൂണിറ്റിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ നിർവഹിക്കും. പ്രൊഫഷണൽ കോളേജുകളിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും കലാരംഗത്ത് നിസ്തുല സേവനം നൽകിയവരെ ആദരിക്കുന്ന ചടങ്ങും ഇതോടനുബന്ധിച്ച് നടക്കും. 24 ഞായറാഴ്ച വൈകുന്നേരം KPSCയുടെ നാടകം ലുപ്പോപ്പോയ്ക്കൊരു ആനയുണ്ടാർന്നു വോയിസ് വേദിയിൽ അരങ്ങേറുമെന്നും സാരഥികൾ വ്യക്തമാക്കി. ചലച്ചിത്ര നിരൂപകനായിരുന്ന കോഴിക്കോടന്റെ പേരിലുള്ള ചലച്ചിത്ര ഗ്രന്ഥ പുരസ്കാരം പ്രൊഫസർ മധു ഇറവങ്കരയ്ക്ക് സമ്മാനിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ നടനും സംവിധായകനുമായ മധുപാൽ പുരസ്കാരം സമ്മാനിച്ചു. ചലച്ചിത്ര നിരൂപകനായിരുന്ന കോഴിക്കോടന്റെ പേരിലുള്ള ചലച്ചിത്ര ഗ്രന്ഥ പുരസ്കാരം പ്രൊഫസർ മധു ഇറവങ്കരയ്ക്ക് സമ്മാനിച്ചു. മധു ഇറവങ്കര രചിച്ച ഇന്ത്യൻ സിനിമ 100 വർഷം 100 സിനിമ എന്ന പുസ്തകമാണ് പുരസ്കാരം നേടിയത്. നടനും സംവിധായകനുമായ മധുപാൽ പുരസ്കാരം സമ്മാനിച്ചു.
സത്യസന്ധമായി ജീവിതത്തെ കണ്ട് സത്യസന്ധമായി സിനിമയെ നിരൂപണം നടത്തിയിരുന്ന കോഴിക്കോടന്റെ പേരിലുള്ള പുരസ്കാരം സിനിമയെ സ്നേഹിക്കുകയും ഗൌരവപൂർവ്വം കാണുകയും ചെയ്യുന്ന ഒരു ചലച്ചിത്ര അക്കാദമിക്കായ പ്രൊഫസർ മധു ഇറവങ്കരയ്ക്ക് നൽകാൻ ആയതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് മധുപാൽ പറഞ്ഞു. കോഴിക്കോടൻ അനുസ്മരണ സമിതി പ്രസിഡന്റ് പി വി ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വളരെ നല്ല രീതിയിൽ വളരെ നല്ല അവാർഡ് നിർണയ കമ്മിറ്റി നമ്മോട് കളക്ടർ എൻ പ്രശാന്ത് മുഖ്യാതിഥിയായെത്തി. ചടങ്ങിൽ ജൂറി ചെയർമാൻ പി ആർ നാഥൻ, കോഴിക്കോടൻ അനുസ്മരണ സമിതി സെക്രട്ടറി ജെ ആർ പ്രസാദ്, കെ എൽ ശ്രീകൃഷ്ണദാസ്, എം എഫ് തോമസ്, ടി പി ശാസ്തമംഗലം, മധു ഇറവങ്കര, വി പി കൃഷ്ണദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23-ന് ആം ആദ്മി പാർട്ടി സിംബോസിയം നടത്തും. ഇന്ത്യ ബോസ് മുതൽ കെജ്രിവാൾ വരെ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. ഇവിടെ കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ വൈകുന്നേരം 4:30 മുതൽ ഒരു വലിയ സിംബോസിയം സംഘടിപ്പിച്ചിട്ടുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23-ന് വൈകുന്നേരം കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ആം ആദ്മി പാർട്ടി കോട്ടൂളി ഘടകം ഇന്ത്യ ബോസ് മുതൽ കേജ്രിവാൾ വരെ എന്ന വിഷയത്തിൽ സിംബോസിയം നടത്തുമെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു. പ്രമുഖർ സംസാരിക്കുന്ന സിംബോസിയം സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ ടി കെ ഉമ്മർ അധ്യക്ഷം വഹിക്കും. മികച്ച ജനസേവകനുള്ള സുഭാഷ് ചന്ദ്രബോസ് പുരസ്കാരം നാദാപുരം അമ്പലക്കണ്ടി അബ്ദുറഹ്മാന് ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. സഫാരി ടിവിയുടെ ചരിത്ര പരമ്പരയായ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റിന്റെ രചയിതാവ് വിനോദ് മേക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. മാവൂരിനെ ഫുട്ബോൾ ലഹരിയിൽ ആറാടിച്ച 7ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഒന്നാം പാദ സെമിഫൈനൽ മത്സരത്തിലേക്ക് കടന്നു. 1-2 ഗോളുകൾക്ക് ടൗൺ ടീം അരീക്കോടിനെ പരാജയപ്പെടുത്തി ഫിഫ മഞ്ചേരി ഫൈനലിൽ പ്രവേശിച്ചു. ജവഹർ മാവൂർ സംഘടിപ്പിക്കുന്ന 7ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അവസാന ക്വാർട്ടർ മത്സരത്തിൽ അൽമിൻഹാൻ വളാഞ്ചേരി വിജയിച്ചു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ദിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിനെയാണ് പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതി ഐവറി കോസ്റ്റ് താരം കിങ്സ്ലി 2 ഗോളുകളും രണ്ടാം പകുതിയിൽ ആഫ്രിക്കൻ താരം തിമോത്തി നേടിയ ഗോളുകൾക്കുമാണ് അൽമിൻഹാൻ വളാഞ്ചേരി വിജയിച്ചത്. വ്യാഴാഴ്ച നടന്ന ഒന്നാം പാദ സെമിഫൈനലിൽ ആതിഥേയരായ ജവഹർ മാവൂരുമായി അൽമിൻഹാൻ വളാഞ്ചേരി ഏറ്റുമുട്ടി. ടൂർണമെന്റിലെ ആവേശകരമായ ആദ്യ സെമിഫൈനലിൽ 1-2 ഗോളുകൾക്ക് ഫിഫ മഞ്ചേരി ടൗൺ ടീം അരീക്കോടിനെ പരാജയപ്പെടുത്തി. സെമിഫൈനൽ മത്സരം കാണുന്നതിന് ഗാലറിയിൽ പരിധിയിൽ കവിഞ്ഞ ആരാധകരാണ് ഉണ്ടായിരുന്നത്. 8 മണിക്ക് തുടങ്ങേണ്ട മത്സരം കാണികളുടെ ബാഹുല്യം കാരണം 9:30യോടെയാണ് ആരംഭിച്ചത്. ആവേശം അണപൊട്ടി സംരക്ഷണ വലയം തകർത്ത് കാണികൾ കോർട്ട് കയ്യേറിയത് ഏറെ നേരം മത്സരം നിർത്തിവെക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാക്കി. പിന്നീട് കനത്ത പോലീസ് നിയന്ത്രണത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ആവേശോജ്വല അന്ത്യത്തിലേക്ക് നീളുന്ന ടൂർണമെന്റിൽ ഫിഫ മഞ്ചേരി ഫൈനലിൽ പ്രവേശിച്ചു. രണ്ടാം പാദ സെമിയിൽ ടൗൺ ടീം അരീക്കോടിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ഇവർ പരാജയപ്പെടുത്തിയത്. കളിയുടെ രണ്ടാം പകുതിയിൽ ജൂനിയർ ഫ്രാൻസിസ് എന്നിവരാണ് ഗോളുകൾ നേടിയത്. നേരത്തെ നടന്ന ആദ്യപാദ സെമിയിലും ഫിഫ മഞ്ചേരി വിജയിച്ചിരുന്നു. ആതിഥേയരായ ജവഹർ മാവൂരും അൽമിൻഹാൻ വളാഞ്ചേരിയും തമ്മിലുള്ള മത്സരത്തിൽ വിജയികളുമായാണ് ഫൈനലിൽ ഫിഫ മഞ്ചേരി ഏറ്റുമുട്ടുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് ജവഹർ മാവൂർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, മാവൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൃഷിഭൂമിയിൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭം കൊയ്യലാണ് ഇന്ന് നടക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ നാടെങ്ങും വൻ പ്രതിഷേധം. മാവൂരിലെ ഫുട്ബോൾ മാമാങ്കം ആവേശോജ്വലമായ അന്ത്യത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.
ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, inevitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.